ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകം നന്ദി പറയുകയാണ് കേട്ടോ. വൈദ്യര ധ്യാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒട്ടും കുറയ്ക്കരുത്. കുഞ്ഞുങ്ങളെ നിങ്ങൾ നന്മറിഞ്ഞും ചൊല്ലി പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അച്ഛന്മാരാകാൻ വിളി കിട്ടും, കുറേ പേർക്ക് സിസ്റ്റർമാരാകാൻ വിളി കിട്ടും. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, 1-2 അറിയിപ്പുകളുണ്ട്. നമുക്ക് ഈ വെള്ളിയാഴ്ച, 2ാം വെള്ളിയാഴ്ചയാണ് കുറവലങ്ങാട് സായാഹ്ന കൺവെൻഷൻ. ദൈവം അനുഗ്രഹിച്ച് തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരാനുള്ള പരിശ്രമത്തിലാണ് ഞാനും. നിങ്ങളെല്ലാവരും വരണം. അവധിക്കാലമാണ്. കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരും കൂട്ടി വരണം കേട്ടോ. മാതാക്കന്മാർ കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി വരണം. നമുക്ക് 4:30 വിശുദ്ധ കുർബാന ആരംഭിക്കും. കുർബാനയ്ക്ക് ശേഷം 6 മണിക്ക് നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കും. കുറവലങ്ങാട് പള്ളിയിൽ വെച്ചിട്ടാണ് ശുശ്രൂഷ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുക. 8:30 ശുശ്രൂഷകളെല്ലാം സമാപിക്കും. പിന്നെ ശിരസിൽ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പ്രത്യേകം അതിൻ്റെ കാർഡുകളും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കാം. പിന്നെ നമുക്ക് 2ാം ശനിയാഴ്ച ഒരു കൺവെൻഷൻ ഉണ്ട് യുവജനങ്ങളുടെ. അത് നമുക്ക് ഈ ശനിയാഴ്ച പിന്നെ നമ്മുടെ കുറവലങ്ങാട് PDM സെൻറ്ററിൽ ഉണ്ടായിരിക്കുകയില്ല. 3ാമത്തെ ശനിയാഴ്ച ആയിരിക്കും ആ ശുശ്രൂഷ ഉണ്ടായിരിക്കും. അപ്പോൾ യുവജനങ്ങൾ വേഗം ബുക്ക് ചെയ്തു കേട്ടോ. അതായത് മുൻകൂട്ടി പറഞ്ഞേക്കാം. പിന്നെ ദൈവവിളിധ്യാനം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ 2ാം ശനിയാഴ്ച 11 ഉച്ചയ്ക്ക് ആരംഭിച്ച് പിന്നെ 11-12 അല്ലേ, അപ്പോൾ 12 ഞായറാഴ്ച ഉച്ചയ്ക്ക് സമാപിക്കും കേട്ടോ. അത് ഞാൻ ദൈവം സഹായിച്ചാലുണ്ടാവും. പ്രൈസല്ലോ. ഏതായാലും സഹോദരങ്ങൾ, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതിനനുസരിച്ച് മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നന്മ പറഞ്ഞെന്ന് ചൊല്ലി ആദ്യം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, എന്താ നമ്മുടെ വിഷയം? ഹെബ്രായർ 2:15 ഹീബ്രൂസ് ചാപ്റ്റർ 2:15. നല്ലൊരു വചനമാണ്. തലക്കെട്ട് ഇങ്ങനെയാണ്: മരണഭയം വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓൾറെഡി ഏതൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥന നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോകുന്നൊരു ചിന്ത, എനിക്ക് ഇന്ന രോഗമാണെന്നുള്ള ചിന്ത, അങ്ങനത്തെ ഉള്ള ഭയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം പഠിപ്പിക്കുന്നത് എന്നറിയാവോ? അത് എന്താണെന്നുള്ളത് പിന്നീട് പറയാം. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ കേട്ടോ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് ജീവിതകാലം മുഴുവൻ മരണഭയത്തോടെ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹായുടെ കുരിശുമരണം, ഉത്ഥാനം അല്ലേ, പീഡാസനം, കുരിശുമരണം, ഉത്ഥാനം, അതിനെക്കുറിച്ചൊക്കെ പറയുകയാണ് പ്രധാന പുരോഹിതൻ അല്ലേ. ആ ഹെബ്രായ ലേഖനത്തൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പം പ്രധാന ബലിപീഠം, പ്രധാന പുരോഹിതൻ, ബലിയർപ്പണം, പഴയ നിയമ പൗരോഹിത്യം, പുതിയ നിയമത്തിലെ പൗരോഹിത്യം, ഈശോ വലിയൊരു വിഷയമാണ് ഹെബ്രായൻ. അത് പറയാം. അങ്ങനെ ഈശോയുടെ കുരിശുമരണം, ഉത്ഥാനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതുവരെ മരണത്തിന്മേൽ അധികാരം ഉണ്ടായിരുന്ന പിശാച് അങ്ങോട്ട് നശിപ്പിച്ചു. ആ അധികാരം അങ്ങോട്ട് എടുത്തു മാറി. അതെങ്ങനെയാണ് നശിപ്പിച്ചത്? തൻ്റെ മരണത്താൽ കേട്ടോ. എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഭരണഭയത്തോടെ അടിമത്തത്തിൽ കിടന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരെ വിട്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പാപത്തിൻ്റെ അടിമത്തത്തിൽ മരണം, പിശാച്, അങ്ങനത്തെയുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ഒരിക്കലും മരണമില്ല. അതാണ് സത്യം അല്ലേ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവധി ഇല്ല. പിന്നെ എന്തിനാണ് പേടിക്കുന്നേ? അതുകൊണ്ട് മരണഭയമേ വേണ്ട. അത് യേശുവിന് മുമ്പ് പേടിക്കണ്ട. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, മരണമെന്ന് പറയുന്നത് എന്താ അല്ലേ? കർത്താവിനെ കണ്ടുമുട്ടാനുള്ള നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ്, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു കടന്നുപോകൽ അല്ലേ, ഒരു ഉറക്കത്തിൽ നിന്നുള്ള ഉണർവ്, അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ഈ മരണഭയമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഈ വചനം ഒരു 10 പ്രാവശ്യം പറഞ്ഞു ഈ ഭയങ്കര വ്യത്യാസമാണ് പറഞ്ഞ് ഹല്ലേലൂയ. പനി വരുമ്പോൾ ഓരോ മരുന്നൊക്കെ എടുത്ത് ചുമ്മാ കഴിയുന്നു. വചനം മരുന്നല്ലേ. അപ്പോൾ തന്നെ പേടിയെന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് വിട്ടു. ഹല്ലേലൂയ. കാണാതെ പേടിച്ചു കേട്ടോ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ യേശുവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, മരണഭയം, അങ്ങനത്തെയുള്ള ഭയം യേശു നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുപോവാ. ഓ കർത്താവായ ദൈവമേ, ആശീർവാദം കൊടുക്കുമ്പോൾ ഓരോ വ്യക്തിയുടെ അടുത്ത് ഈശോ ചെന്ന് ആശീർവാദം കൊടുക്കുന്ന പല അനുഭവങ്ങളിലും സാക്ഷ്യങ്ങളുള്ള നന്ദി പറയും. എൻ്റെ പിതാവ് ഇപ്പോൾ ഇവരെ പ്രത്യേകം ആശീർവദിക്കുമ്പോൾ എൻ്റെ ദൈവം ഇവരെഴുതി കൈകളിൽ പിടിച്ചിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾ, മനസ്സിൽ ഓർക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾ, കർത്താവ് PDM സെൻറ്ററിലേക്കും ASTMയിലേക്കും ഒക്കെ വിളിച്ച് പറഞ്ഞിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ, മെയിലായിട്ട് വാട്സപ്പൊക്കെ ആയിട്ടുള്ള പോസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റ് പ്രാർത്ഥന നിയോഗങ്ങൾ, ഓരോ വീഡിയോയുടെ അടിയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കമൻറ്റുകൾ വരുന്ന പ്രാർത്ഥന എല്ലാം സമർപ്പിക്കുക. എൻ്റെ കർത്താവ് ഒരെണ്ണം പോലും അങ്ങ് കാണാതെ പോകുകയില്ല. സ്വീകാര്യമായ സമയത്ത് അങ്ങ് പ്രാർത്ഥന കേൾക്കും. ദൈവമേ, ഇവർക്ക് സാക്ഷ്യപ്പെടുത്താൻ ഇടവരട്ടെ. എൻ്റെ യേശുവേ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.